അപ്പൊ പിന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളൊന്നും പിന്നെ പറയാൻ പാടില്ലേ, പ്രസംഗിക്കാൻ പാടില്ലേ, ചർച്ച ചെയ്യാൻ പാടില്ലേ? പാടുണ്ട്. എങ്ങനെ? ഭക്ഷണത്തിന് ഉപ്പെങ്ങനെയാണോ അതുപോലെയാണത്. കുറെ ഉപ്പിട്ടാ ഭക്ഷണം കേടരുത്. തീരെ ഉപ്പിടാണ്ടിരുന്നാൽ തിന്നാനും പറ്റൂല. ആവശ്യത്തിന് കുറച്ചൊക്കെ സൂചിപ്പിക്കുക. എപ്പോഴും ഈ പത്രക്കട്ടിങ്ങും മറ്റേ ഫേസ്ബുക്കിലും വാട്സപ്പിലും വന്ന ന്യൂസും വെച്ചിട്ട് വേറെ പറയാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഉമ്മത്തിന് നിരാശ വന്നു പോകും. നിരാശപ്പെടുത്തരുതെന്ന. നിരാശപ്പെടുത്തുന്ന ആളുകളാണ്, അവരാണ് ഉമ്മത്തിനെ നശിപ്പിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്കൊരു മടക്കം സാധ്യമല്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധം, പാപമോചനം ചോദിച്ചാൽ പോലും അള്ളാഹു മാപ്പ് തരില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധം, ഒരു മനുഷ്യന് നന്നാവാൻ ഇനി ഒരവസരവും ഇല്ല എന്ന് തോന്നത്തക്ക വിധം ഒരാളും ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ ഉമ്മത്ത് നശിച്ചതാണ് എന്ന് പറഞ്ഞു പോവരുത്. അങ്ങനെയാണ്, ഒരു കാര്യമില്ല എന്ന് പറയരുത്. എന്തുകൊണ്ട്? ഒരു തിന്മ ചെയ്ത് തെറ്റു ചെയ്ത് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ കമല്ലാദംബല, ആ തെറ്റ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവരെ പോലെയാണ് എന്ന് ഹബീബായ നബി തങ്ങളല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖവാരിജുകൾ ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്തിയവരാണ്. ചെറുദോഷം സംഭവിച്ചാൽ പോലും അവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞവർ ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടുത്തുക മാത്രമല്ല വേണ്ടത്, പ്രതീക്ഷയും നൽകണം. വിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ലയോ? നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയും. അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലയോ? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, നബിയേ എൻ്റെ അടിമകളെ ഉണർത്തി കൊടുക്കണമേ, അറിയിച്ചു കൊടുക്കണമേ. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാനാണ് അല്ലാഹു, ഞാനാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് റഹ്മത്ത് തരാൻ കഴിയുന്നവൻ. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷയാണ് വേദനാജനകമായ ശിക്ഷ. അങ്ങനെ അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഉടനെ പറഞ്ഞു അല്ലാഹു അദാബും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് മൻ അബദല്ലാഹ ബിൽ ഖൗഫി വഹദ ഫഹുവ ഹറൂരിയുൻ, അള്ളാഹുവിനെ പേടിച്ച് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, നിസ്കരിക്കുന്ന അള്ളാഹിനെ പേടിച്ചിട്ട് മാത്രമാണ്, നോമ്പെടുക്കുന്ന പേടി വേറൊന്നുമില്ല, പേടി മാത്രമാണെങ്കിൽ അവരുടെ പേര് ഹറൂരി എന്നാണ്. ആ വിഭാഗം ശരിയായ വിഭാഗമല്ല. വമൻ അബദല്ലാഹ ബിൽ ഹബ്ബി വഹ്ദഹു ഫഹുവ സിന്ദീഖുൻ, അറിവില്ലാതെ ജ്ഞാനമില്ലാതെ എന്തോ അന്ധമായൊരു സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അത് നിരീശ്വരവാദത്തിലേക്ക് എത്താനിടയുള്ളതാണ്. വമൻ അബദല്ലാഹ ബിർറജാഇ വഹ്ദഹു ഫഹുവ മുർജിഉൻ, പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ടാണ് അല്ലാഹുവിനെ സമീപിക്കുന്നതെങ്കിൽ അവൻ മുർജി വിഭാഗക്കാരനാണ്. എന്നാൽ വമൻ അബദല്ലാഹ ബിൽ ഹബ്ബി വൽ ഖൗഫി വർ-റജാ ഫദാലിക ഹുവൽ മുഅ്മിനുൽ മുവഹ്ഹിദ്, അല്ലാഹുവിനെ പ്രതീക്ഷയിലും പേടിയിലും സ്നേഹത്തിലും ഇത് മൂന്നും ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവരാണ് ശരിയായ തൗഹീദിന്റെ മുവഹ്ഹിദായ ആൾ, മുവഹ്ഹിദായ മുഅ്മിനെ എന്ന് മുൻഗാമികൾ പറയാൻ കാരണം അതാണ്. പ്രതീക്ഷ വേണം, പേടിയും വേണം, സ്നേഹം വേണം. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനെ സമീപിക്കുന്നത്. മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു ശംസിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ആശയം ഞാൻ പങ്കുവെക്കുകയാണ്. തുടക്കത്തിൽ ഞാൻ അതാണ് ഓതിയത്, സൂറത്തു ശംസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. ലോകത്തെ ഏറ്റവും സ്പീഡുള്ള സാധനം ഏതാ? സൂര്യപ്രകാശമാണ്. ഏറ്റവും വേഗതയുള്ള സാധനം, ഏറ്റവും വേഗതയുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ളത് ഏതാ?
സൂര്യപ്രകാശം സഞ്ചരിക്കുന്ന സാധനമാണ്. 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കും സൂര്യനിൽ നിന്നൊരു പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ. 8 മിനിറ്റും 14 സെക്കൻഡും. വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ 8 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 14 സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ഓടും? സെക്കൻഡിൽ 3 ലക്ഷം. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും ഓടിയാലേ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശത്തുള്ളൂ. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യൻ്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കിയില്ല ഇത്ര വലിയ അത്ഭുതമുള്ള സാധനമാണ് അല്ലേ. സൂര്യപ്രകാശത്തെക്കാളും വേഗതയിൽ ഒരു സാധനം സഞ്ചരിച്ചാൽ പിന്നെ ആ സാധനത്തിൻ്റെ മാസ് എന്ന് പറയുന്ന അതിൻ്റെ ആ സാധനം ഉണ്ടാവില്ല എന്ന്, അത് പിന്നെ എനർജി ആയിട്ട് മാറുന്നതാണ്. കാരണം ഇത് മാക്സിമമാണ്. ഇതിൻ്റെ 4/1000 പോലും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ അതൊന്നും എത്തിയിട്ടില്ല എന്ന്. എന്ത് ബുള്ളറ്റ് ട്രെയിനും എന്ത് ഫ്ലൈറ്റ് ആണെങ്കിലും സൂര്യപ്രകാശത്തിൻ്റെ 100-1 വേഗതയിലേക്ക് പോലും എത്താൻ പറ്റില്ല. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, മണിക്കൂറിലല്ല, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. മൈലാകുമ്പോൾ ഇച്ചിരി കുറയും. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ മഹാത്ഭുതങ്ങളെ കാണിച്ചു തന്നുകൊണ്ടാണ്. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും ചെറുതുപോലും വലിയ മഹാത്ഭുതമാണ്, അത് വേറെ വിഷയം. ഏറ്റവും ചെറുത് ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അള്ളാഹുവിന് ഒരു കൊതുകിനെ ഉദാഹരണമായി പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹിന്റെ മഹത്വം പറയുമ്പോൾ ഒരു കൊതുകിനെ പറയാൻ അള്ളാഹുവിന് മടിയില്ല. എന്താ പറഞ്ഞത്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനക്കുള്ള ആനൻ്റെ ദേഹത്തുള്ള സർവ്വ അവയവവും ഒരു കൊതുകിൻ്റെ ദേഹത്തുണ്ടെന്ന. പുറമെ ആനക്കില്ലാത്ത 4 ചിറകുണ്ട് കൊതുകിന്, അല്ലേ? തുമ്പിക്കൈണ്ട്. ആനക്ക് ചോര കുടിക്കാനൊന്നും പറ്റൂല, പിടിച്ച് വലിച്ചെറിയാനൊക്കെ വഴിയുള്ളൂ. കൊതുകിന് എവിടെയാണ് ചോര ഓടുന്ന ഞരമ്പെന്ന് സെൻസ് ചെയ്ത് മണത്ത് അവിടെ ഇഞ്ചെക്ട് ചെയ്യും. നമ്മൾ ബ്ലഡ് കൊടുക്കാൻ പോയാലേ ചില നഴ്സുമാരുണ്ട് കുത്തി നോക്കൽ, ശരിയായില്ല, പുറത്തൊന്ന് കുത്തി, പിന്നെ നമുക്ക് ദേഷ്യം വരും. ഈ പണിയൊന്നും പഠിച്ചിട്ട് ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. കൊതുക് അങ്ങനെയല്ല, കുത്തുന്നത് കറക്റ്റാണ്. അപ്പോൾ ഒരു കറക്റ്റ് രക്തം കുറച്ച് കുടിച്ച് വേറെ നിറഞ്ഞാൽ നമ്മൾ അറിയേ പോലുള്ളൂ. നമ്മെ അറിയാത്ത വിധം കുത്താനുള്ള ചെറിയ എൻസൈം പോലും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിന്. അതുകൊണ്ടാണ് മഹാന്മാർ പറയണത്, അള്ളാഹു കൊതുകിനെ ഉദാഹരണം പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ എന്താ അള്ളാഹ് പറയാത്തത്? വലിയൊരു സാധനമാണോ? മുമ്പൊക്കെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു. കണ്ടിട്ടില്ല? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ചില നോട്ട്സൊക്കെ കാണും. ഒരു റൂമിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു പണ്ടത്തെ കമ്പ്യൂട്ടർ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇതൊരു കമ്പ്യൂട്ടറാണ്. അപ്പം വലുതിനാണോ സ്ഥാനം ഈ ചെറുതിനാണോ? ചെറുതിനാണ്. അതുകൊണ്ട് അള്ളാഹ് കൊതുകിന് ഉദാഹരണം പറയാൻ അള്ളാഹ്ക്ക് മടിയില്ല. എന്തേ? കൊതുകിൻ്റെ ദേഹത്തുള്ള ബ്രെയിന് കൊടുത്തു, കണ്ണ് കൊടുത്തു, മൂക്ക് കൊടുത്തു, തുമ്പിക്കൈ കൊടുത്തു, കാല് കൊടുത്തു, ചിറകും കൊടുത്തു. ചെറുകൊടലും വൻകൊടലും ഒക്കെ അതിനുണ്ട്. ഇതൊക്കെ ചെറിയ സാധനത്തിനുള്ളിൽ കൊടുത്തില്ലേ അള്ളാഹു? നമ്മളെ കൊണ്ട് കഴിയുമോ ഇതൊക്കെ? നിങ്ങൾ അടിക്കാൻ പോകുമ്പോൾ കൊതുക് ഓടുന്നുണ്ട്, അടി കൊള്ളുന്ന മൂപ്പർക്ക് ബ്രെയിനുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, കാഴ്ചയുണ്ട്, സ്മെല്ല് ചെയ്ത് ചില ശരീരങ്ങളിൽ പ്രത്യേകം വന്നിരിക്കും, അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും, ചില ശരീരങ്ങളിലെ ബ്ലഡ് അവർക്ക് ഇഷ്ടമാവും. ഇതൊക്കെ അള്ളാഹു ഒരു ചെറിയ സാധനത്തിന് കൊടുത്തില്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉദാഹരണം പറയുമ്പോൾ വലിയ വലിയ സാധനങ്ങൾ തന്നെ പറയണമെന്നില്ല. ഏത് ചെറുതും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങളാണ്. സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹാ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഭൂമിയിലാകെ ഇരുള് പരക്കുമ്പോൾ, സൂര്യാസ്തമയത്തിന് ശേഷം വെളിച്ചം തരാൻ വേണ്ടി അസ്തമയത്തെ തുടർന്ന് വരുന്ന ചന്ദ്രന്റെ പ്രഭയെ തന്നെയാണ് സത്യം. നോക്കണം, അല്ലാഹു സൂര്യൻ എന്ന വലിയ ടോർച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വെളിച്ചം പിന്നെയും കൊടുക്കും. കാരണം എപ്പോഴും വീട്ടിലെത്താത്തവരുണ്ടാവും, അവർക്ക് വഴി കാണണം. സ്ട്രീറ്റ് ലൈറ്റൊക്കെ എപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. പ്രപഞ്ചത്തിലെ സർവ്വതും കാണത്തക്ക വിധം
പ്രപഞ്ചത്തിന് അല്ലാഹു പ്രഭാതം കൊണ്ട് വെളിച്ചം നൽകുന്നവനാണ്. ആ വെളിച്ചം നൽകുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇപ്പം നമ്മുടെ ചെറിയ ഫ്ലഡ് ലൈറ്റുകളെ പോലെ വലിയ ലൈറ്റുകൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ഒരു 1000 ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. എന്നാലും ചെറിയ മാളങ്ങളും പൊത്തുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും വെളിച്ചം കിട്ടൂല. ഇപ്പം ഇവിടെ ഭയങ്കര ലൈറ്റ് ഉണ്ട്. അപ്പോൾ നേരെ ബാക്കിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ, ആ ചെടികൾ ചുറ്റിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ കാണുന്നില്ല. എന്തേ? അങ്ങോട്ട് വെളിച്ചെത്തുന്നില്ല. അള്ളാഹിൻ്റെ വെളിച്ചം തീർന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വെളിച്ചം നമ്മൾ കത്തിച്ചു വെക്കും. പക്ഷെ അതൊരിക്കലും അള്ളാഹിൻ്റെ വെളിച്ചത്തിനോട് എത്തുന്നില്ല. സൂര്യപ്രകാശം അങ്ങ് വന്നു തുടങ്ങിയാൽ എല്ലായിടത്തും മാളത്തിലും പൊത്തിലും ഗുഹയിലൊക്കെ വെളിച്ചെത്തിയില്ലേ? മനുഷ്യരിത് ചെയ്യണമെങ്കിൽ എത്ര കത്തിക്കണം? വന്നഹാരി ഇദാ ജല്ലാഹാ, ഭൂമിയെ, പ്രപഞ്ചത്തെ തെളിമയാർന്ന വെളിച്ചം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നില്ലയോ? ആ റബ്ബിൻ്റെ വലിയ സൃഷ്ടിയല്ലയോ പകൽ എന്ന് പറയുന്നത്? ആ പകലിനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യാണല്ലോ. ഇനി എന്താ പറയാൻ പോണ വിഷയം? അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വല്ലൈലി ഇദാ യഗ്ഷാഹാ, രാത്രിയെ തന്നെയാണ് സത്യം. അല്ലാഹു ഭൂമിയെ ഇരുളുകൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഒരു കവറിട്ടും ബ്ലാങ്കറ്റിട്ട് മൂടിയ പോലെ ഇരുട്ടാണ്, കാണുന്നില്ല. പുതപ്പിനുള്ളിലാ, കാണുന്നില്ല എന്ന് പറയുന്ന പോലെ. ഇരുളെന്ന പുതപ്പ് പോലെയല്ലയോ ഓരോ രാത്രിയും കടന്നു പോകുന്നത്? ഓരോ ദിവസവും സൂര്യാസ്തമയവും സൂര്യോദയവും നടക്കുമ്പോൾ എൻ്റെ കൊച്ചുമക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മൾ ആലോചിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വലിയൊരു അത്ഭുതമാണ് നമ്മെ തലോടിക്കൊണ്ടിരിക്കുന്നത്, പകലും രാത്രിയും. വല്ലൈലി ഇദാ യഗ്ഷാഹാ വസ്സമാഇ വമാ ബനാഹാ, ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. ആരാണോ അവരെ സൃഷ്ടിച്ചത്? ആ റബ്ബിനെ തന്നെ. മേലോട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ദൂരങ്ങളിൽ കിടക്കുന്ന എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, നെബുലകളുണ്ട്, എത്രയോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ട്. നമ്മൾ നീല നിറം കാണും, ഇത് ആകാശമല്ലല്ലോ. പ്രകാശത്തിന് വികിരണം സംഭവിക്കുക എന്നാ പറയാ അല്ലേ? എന്താ ഫ്രാക്ഷൻ എന്ന് പറയല്? പ്രപഞ്ചം എന്ന് പറയുന്നത് സമാ, ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയാലും, നമ്മൾ ഭൂമിൻ്റെ ഈ സൈഡിലാണ്, നമ്മൾ നേരെ താഴെ സൈഡിലാണ് അമേരിക്കക്കാരുണ്ടാവുക, കനേഡിയൻസ് ഉണ്ടാവുക. അവർക്കും ആകാശം തന്നെയാണ്. നമ്മളിങ്ങനെ എയറിൽ നിൽക്കുക. ശരിക്കും ഒരു പന്ത് ഇങ്ങനെ ഈ എയറിൽ വെച്ചാൽ അതിൻ്റെ മേലും താഴെയൊക്കെ അവർക്ക് കാണുന്ന പോലെ ചുറ്റും ആകാശമാണ്, താഴെ മേലൊക്കെ ആകാശമാണ്. ആകാശം എന്ന് അല്ലാഹു പറയുന്നത് മാ സമാ വഅല, മനുഷ്യന്റെ ഉന്നതങ്ങളിൽ കിടക്കുന്നതെല്ലാം ആകാശലോകങ്ങളാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് അല്ലാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഭൂമി എന്നത് പ്രപഞ്ചത്തിലെ അല്ലാഹുവിൻ്റെ ഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ വളരെ ചെറിയ ഒരു പൊടിയുടെ അത്രയേ ഉള്ളൂ. അല്ലാഹുവിൻ്റെ മറ്റു ഗ്രഹങ്ങളെ നോക്കിയാൽ, മറ്റു നക്ഷത്രങ്ങളെ നോക്കിയാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വളരെ ചെറിയ സാധനം. നമ്മളിപ്പോൾ എയറിലാണ് നിൽക്കുന്നത്, വല്ല ബോധമുണ്ടോ? ഒരു മുട്ട് പോലും കൊടുക്കാതെ ഭൂമി കറങ്ങണത് നമ്മൾ അങ്ങ് ആലോചിച്ചാണ്ടല്ലോ, പെരേന്ന് പുറത്തിറങ്ങൂല. എയറിലായി തിരിയണത് ഈ സാധനം, മുട്ടുകൊടുത്തിട്ടില്ല. ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ്, ആകർഷണ ബലം, ഗ്രാവിറ്റി, പുഷ് ആൻഡ് പുൾ. അടുത്തുള്ള ഗ്രഹം ഇങ്ങോട്ട് വലിക്കും, ഭൂമി അതിനിങ്ങോട്ടും വലിക്കും. അപ്പോൾ രണ്ടും ഇങ്ങനെ ബാലൻസിൽ നിൽക്കും. ഒന്ന് തള്ളുന്നു, ഒന്ന് വലിക്കുന്നു. ഇത് ചുറ്റും ഉണ്ടാവുമ്പോൾ അതിനിടക്കുള്ളത് ഇങ്ങനെ ബാലൻസിൽ നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ് ആകാശലോകങ്ങളെ കാണുന്നില്ലയോ? ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില തൂണുകൾ അല്ലാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ കണ്ണിന് കാണാൻ പറ്റാത്ത തൂണുകളാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്, ജാദിബിയ, ഗ്രാവിറ്റി. ആകാശലോകങ്ങളെ തന്നെയാണ് സത്യം. വമാ ബനാഹാ, ആ ആകാശലോകങ്ങളിലെ നെബുലകളെയും മീറ്റിയേഴ്സിനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പടച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? വൽഅർള വമാ തുഹാഹാ, ഭൂമിയെ തന്നെയാണ് സത്യം. ആ ഭൂമിയെ ആരാണോ പരന്നതുപോലെ നിങ്ങൾക്ക് സംവിധാനിച്ചത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം.
ഭൂമി പരന്നതായിട്ടാണ് തോന്നുക, പക്ഷെ സംഗതി ഉരുണ്ടതാണ്. ഉരുണ്ട ഒരു സാധനത്തുമ്പോൾ എങ്ങനെ അള്ളാഹു വെള്ളമൊക്കെ വെച്ചത് ആലോചിച്ച് നോക്കി. ഒരു ഉരുണ്ട സാധനത്തുമ്പോൾ വെള്ളം വെച്ചാൽ വെള്ളം താഴേക്ക് വരില്ലേ? രാമന്തളിയിൽ കടലുണ്ടോ? ബീച്ചുണ്ടോ? ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ ആ വെള്ളം ഒന്നാകേണ്ട മലക്കം മറിഞ്ഞ് രാമന്തലിയെ മൊത്തം മുക്കിക്കളയുന്നുണ്ടോ? അവിടെ ബീച്ചിലവിടെ എൻ്റെ വീണത്. പിന്നെ വല്ല ഹൈ ടൈഡും ലോ ടൈഡും വരുമ്പോൾ വെള്ളത്തിൻ്റെ ലെവലിൽ വേരിയേഷൻ കാണുന്നു എന്നല്ലാതെ ഈ ഉരുണ്ട് കിടക്കുന്ന ഈ സാധനത്തെ അള്ളാഹു പരന്നതുപോലല്ലേ വെച്ചെന്നത്. ഇത് വലിയൊരു അത്ഭുതമല്ലേ? ഉരുണ്ടതിനെ പരത്തിത്തരുന്നതാണ് അത്ഭുതം. എന്നാൽ ഭൂമി ഉരുണ്ടിട്ടാണ് താനും. അത് ഖുർആൻ പലയിടങ്ങളിൽ സൂചിപ്പിച്ചു, ഭൂമി ഉരുണ്ടതാണ്. വൽ അർള വമാ തുഹാഹാ, ഭൂമിയെ തന്നെയാണ് സത്യം, മണ്ണിനെ തന്നെയാണ് സത്യം, കരയെ തന്നെയാണ് സത്യം, കടലിനെ തന്നെയാണ് സത്യം. ആരാണോ ഭൂമിയെ ഉരുണ്ടതായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് പരത്തി തന്നിരിക്കുന്നത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഒക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് പറയുന്നു, നോക്കൂ, വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യ ശരീരത്തെ തന്നെയാണ് സത്യം. ആരാണോ ആ ശരീരത്തെ കൃത്യമായ പ്രൊപ്പോർഷനിൽ പടച്ചത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഓരോ ശരീരവും പെർഫെക്റ്റ് ആണെന്ന. ഒരു കാലിന് ഒരു അരഞ്ച് വ്യത്യാസം ഓരോ മനുഷ്യർക്കും വന്നാൽ മനുഷ്യന്മാരെ നടക്കണ കാണാൻ വല്ല ചുരുക്കുണ്ടാവുമോ? ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസം വന്നു ഒരു കാലും മറ്റേ കാലും തമ്മിൽ. നമ്മുടെ വിരലുകളുടെ കൃത്യമായ ഒരു കൈയിൻ്റെ വിരൽ നല്ല കണ്ട അടുത്ത കൈ കുറച്ച് ചെറുതാണ്, നല്ല കോലം ഉണ്ടാവുമോ? കണ്ണിൻ്റെ നീളമാണ് രണ്ട് കണ്ണിൻ്റെയും ഇടയിലുള്ള സ്ഥലം. കണ്ണിൻ്റെയും മറ്റേ കണ്ണിൻ്റെ ഇടയിലുള്ള സ്ഥലം ഒരു കണ്ണിൻ്റെ അതേ വലുപ്പമായിരിക്കും ഉണ്ടാവുക. നമ്മളെ ആൾ നോക്കി വീട്ടിൽ പോയതിന് ശേഷം മനുഷ്യന്റെ കൈകാലുകൾ, നമ്മുടെ വിരലുകൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, കണ്ണുകൾ, നമ്മുടെ തല, നമ്മുടെ കഴുത്ത് എല്ലാം അല്ലാഹു കൃത്യമായ പ്രൊപ്പോർഷനിലാണ് പടച്ചത് എന്ന് റബ്ബ് തആല വമാ സവ്വാഹാ, എല്ലാം ഒരുപോലെ. അതുകൊണ്ടാണ് ഒരു മെഡിസിൻ കാനഡയിൽ കണ്ടുപിടിച്ച ഒരു മെഡിസിൻ രാമന്തളിയിൽ ഒരു രോഗിക്ക് കൊണ്ടുപോയി കൊടുത്താൽ ആ മരുന്നുകൊണ്ട് ഗുണമുണ്ടാവും. എന്തേ? സംഗതി ഇത് ഉണ്ടാക്കിയ ഫാക്ടറി ഒന്നാണ്, അപ്പോൾ ആ സാധനം ഒന്നാണ്. പിന്നെ എന്നല്ലാതെ ഈ നഫ്സ് ഉണ്ടാക്കിയത് വേറെ ഏതോ പഠിച്ചവനാണ്, മറ്റേ നഫ്സ് ഉണ്ടാക്കിയത് വേറെ ഏതോ പഠിച്ചവൻ. അപ്പോൾ ഓരോ ശരീരത്തിന് പിന്നെ ഓരോ മരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ ആവശ്യമില്ല. ശരീരങ്ങൾ എല്ലാം ഒരുപോലെയാണ്. അവിടുന്ന് ഹാർട്ടിന് മരുന്ന് കണ്ടുപിടിച്ചാൽ ഇവിടെ ഹാർട്ട് പേഷ്യൻ്റായ ഒരു രോഗിക്ക് ആ മരുന്ന് കൊടുത്താൽ മതി, ഫലിക്കും. എന്തേ? സൃഷ്ടിപ്പ് ചെയ്തത് ഒരുവനാണ്. അള്ളാന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കാൻ അത് മാത്രം മതി. ഇത് ഒരാളാണ് ചെയ്തത്. ആരാണോ മനുഷ്യ ശരീരത്തെ കൃത്യമായ പ്രൊപ്പോർഷനിൽ പടച്ചിരിക്കുന്നത്, ആ മുബ്ദിആയ, ഫാഷനറായ, ഡിസൈനറായ, ക്രിയേറ്ററായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇതൊക്കെ ഭയങ്കരമായ വിഷയങ്ങളാണ്. ഓരോന്നെടുത്ത് ചർച്ച ചെയ്യാൻ മാത്രമുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഏതൊരു പടച്ചവനാണോ ഓരോ ശരീരത്തിനും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇനി പറയാൻ പോകുന്ന 9ാമത്തെ ആയത്താണ് ഇവിടെ വിഷയം. ഇതുവരെ സത്യം ചെയ്യാം. ഓരോ ശരീരത്തിനും നന്മയും തിന്മയും അറിയാം. ചെറിയ കുട്ടിക്കറിയാം വസ്ത്രം അഴിച്ച് നടക്കാൻ പാടില്ല. അപ്പം ആരെങ്കിലും വിരുന്നേര് വന്നാലെങ്കിലും കുട്ടി എന്ത് വേഗം ഓടിയിട്ട് വാതിലിൻ്റെ മറവിലെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതുവരെ ACDC ആയിട്ട് നടക്കുകയാണെങ്കിലും ഒരു ആൾ വീട്ടിലേക്ക് വന്ന ആ കുട്ടി ഓടി മറയും. ട്രൗസർ തിരിയെന്ന് പറഞ്ഞിട്ട്. എന്തേ? കുട്ടിക്ക് മനസ്സിലായി തന്നെ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന സംഗതി അല്ല എന്ന്. എവിടുന്ന്? ആര് പഠിപ്പിച്ചു കുട്ടിയെ? ആര് പഠിപ്പിച്ചു? കുട്ടികൾക്ക് പേടിയുണ്ട്. എന്തെങ്കിലും, ഞാനിപ്പോൾ ഇന്നലെ രാത്രി 8:30 കോഴിക്കോട് ഇറങ്ങുന്നത്. അപ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പടപടപടാന്ന് സൗണ്ട് ഉണ്ടാവുമല്ലോ ചില ആ സമയം. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടി ഭയങ്കര കരച്ചിൽ കരഞ്ഞു. ചെറിയ മോൻ, ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു തോളിലും കിടക്കുകയായിരുന്നു. ഞാൻ സെക്കൻഡ് റോയിലാണ്. അപ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിൽ. കുട്ടി ഉറങ്ങിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് ലാൻഡ് ചെയ്ത സൗണ്ടിൽ പേടിച്ചു പോയി. എന്തിനാ ഈ കുട്ടികൾ പേടിക്കണമെന്ന് അറിയോ? അവർക്കറിയാം അവരുടെ ജീവന് ഭീഷണി എവിടുന്നോ വരുന്നുണ്ട്. ഞാൻ മരിക്കും, എനിക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ വിളിച്ചു പറയാൻ. അതാണ് ആ കരച്ചിലിൻ്റെ അർത്ഥം. ഒരു വെടിപൊട്ടിയ കുട്ടി കരയും. എന്തേ? എനിക്ക് പേടിയാവുന്നു. എന്ത്? അത് എന്നെ ബാധിക്കുമോ? എൻ്റെ ജീവനെ എടുക്കുമോ?
കുട്ടികൾ പേടിക്കുന്നുണ്ട്. ആരാണ് കൊച്ചുമക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത്? മരണമുണ്ടെന്നോ അപകടം വരുമെന്നോ കുട്ടിക്കാരെയും പറഞ്ഞു കൊടുത്തിട്ടാ? അല്ല, മനുഷ്യ പ്രകൃതത്തിൽ അള്ളാഹു ചെയ്തു വെച്ചതാണ്. അതുപോലെ നന്മയും തിന്മയും എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബേസിക്. നുണ പറയുന്നത് തെറ്റാണ്, മോഷണം ചെയ്യുന്നത് മോശമാണ്, എല്ലാവർക്കും അറിയില്ലേ? അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ മതങ്ങളില്ലാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. അവിടെയൊന്നും കോർട്ടുകൾ ഉണ്ടാവാൻ പാടില്ല, കോടതികൾ പാടില്ല. എന്തേ? കോടതി വിധി പറയും സ്റ്റീലിംഗ് ഈസ് ബാഡ്, അതൊരു ക്രൈമാണ്, അതൊരു തെറ്റാണ്. എവിടുന്ന് ലോകത്തിന് മനസ്സിലായി മയക്കുമരുന്ന്, ലഹരി എന്നത് മോശമാണ്, വ്യഭിചാരം തെറ്റാണ്, മോഷണം കുറ്റമാണ്, കൊലപാതകം ഒരു പാതകമാണ്? ഇതൊക്കെ ആര് പഠിപ്പിച്ചു കൊടുത്തു? മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു വെച്ചു കൊടുത്തതാണ്. അതാണ് സൂറത്തു ശംസിലെ 8-ാമത്തെ ആയത്ത് പറയുന്നത്, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഏതാണ് നന്മ, ഏതാണ് തിന്മയെന്ന് എല്ലാ ശരീരങ്ങൾക്കും, അത് മുസ്ലിമാവട്ടെ അല്ലാത്തതാവട്ടെ, സർവ്വ മനുഷ്യർക്കും നന്മ തിന്മയുടെ ബോധനം നൽകിയ പടച്ചവനാരോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. 8 ആയത്തുകൾ സത്യം ചെയ്തു പറയാ. ഇനി പറയുന്ന 9-ാമത്തെ ആയത്താണ് ഇവിടുത്തെ വിഷയം. ആ വിഷയത്തിനുള്ള ആമുഖമാണ് ഈ 8 ആയത്തുകളിൽ സത്യം ചെയ്തു പറഞ്ഞത്. എന്താണ് പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആരാണോ ആ ശരീരത്തെ സംസ്കരിച്ചെടുക്കുന്നത്, ശുദ്ധിയാക്കി എടുക്കുന്നത്, അവരാണ് വിജയിക്കുന്നത്. ശരീരം പറയുന്നതെല്ലാം ചെയ്യാനുള്ളതല്ല. ഇത് കുട്ടികൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് ഇന്ന് മൊറാലിറ്റിയുടെ ചില കോഡ് ഓഫ് കണ്ടക്ട് അറിയില്ല. ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ട്. എന്തിന്? അതെനിക്ക് ഐ ലവ് ദാറ്റ്, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇറ്റ്സ് മൈ ഫ്രീഡം, ഇറ്റ്സ് മൈ ചോയ്സ്, വൈ ഷുഡ് യു ബി ബോതേർഡ് അബൌട്ട് ഇറ്റ്? ഇങ്ങനെയൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും? എൻ്റെ ഇഷ്ടമല്ലേ, എനിക്കത് ഇഷ്ടമാണ്, ഞാനത് ചെയ്യുന്നു. എന്നാൽ മനുഷ്യ ശരീരം എന്നത് മനുഷ്യന്റെ തന്നെ ആദ്യത്തെ ശത്രുവാണെന്നും, നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ ശരീരം തന്നെയാണ് ആദ്യം പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ശരീരം ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നത് അതല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. പിന്നെയോ, എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടം എൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ പടച്ചറബിൻ്റെ ഇഷ്ടമാണോ അതേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ലഹരി ശരീരത്തിന് ഇഷ്ടമാണ്, വ്യഭിചാരം, കള്ളുകുടി, തോന്നിയാസം ചെയ്യുന്നത്, ഇങ്ങനെ അന്തം വിട്ട് നടക്കുന്നത്, ഇതൊക്കെ ശരീരത്തിന് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് ഇഷ്ടമാണ്, ഇപ്പോൾ ഒരാൾ അടിക്കണത് ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അവൾക്ക് എപ്പോഴും കൈകിരിക്കും. അങ്ങനെ എല്ലാവരും അടിക്കാൻ നിന്നാൽ അങ്ങോട്ട് തിരിച്ചു കിട്ടൂലേ? ശരിയാണോ? ചെയ്യാൻ പാടുണ്ടോ? സ്വവർഗഭോഗ രോഗികൾ ജീവിക്കുന്ന കാലം, അവർക്കും സംഘടനകളൊക്കെ മുമ്പൊന്നും അതൊക്കെ ഒരു ന്യൂനതയായി, ഒരു മറച്ചു പിടിക്കേണ്ട ഒരു അസുഖം പോലെ കണ്ടിരുന്ന കാലം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒക്കെ ഭയങ്കര തുറന്നടിച്ച് എല്ലാവരും വലിയ വലിയ മസാല ഇപ്പോൾ അതാ ചോദിക്കുക, സ്വാമിമാരുടെ ചോദിക്കുന്ന മസാല. അപ്പോൾ ഇങ്ങനെ ഗെയ്സ് ആൻഡ് ലെസ്ബിയൻസ് അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും മസാല? അവരെങ്ങനെ ആണിൻ്റെ വേഷമാണോ ധരിക്കേണ്ടത്, പെണ്ണിൻ്റേതാണോ ധരിക്കേണ്ടത്, അവരെങ്ങനെയാണ് ഒതുർക്കേണ്ടത്, എങ്ങനെയാണ് ഹിജാബ് ധരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് സംശയങ്ങൾ. ഓക്കെ, ഒന്നും കുഴപ്പമില്ല. സംശയം ചോദിച്ചു പഠിക്കാനാണെങ്കിൽ അറിയാത്തത് ചോദിച്ചു പഠിക്കൽ തന്നെയാണ് അതിൻ്റെ മാർഗം, ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, അതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ന്യായീകരിക്കുക, ഹോമോസെക്ഷുവാലിറ്റിയെ ന്യായീകരിക്കുക. എന്തേ? അവന് പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അവൻ ആണുങ്ങളോടാണ് ഇഷ്ടം, അപ്പം പിന്നെ അതിനെന്താ കുഴപ്പം? ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ പറ്റി ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ട്. അവന് എല്ലാ പെണ്ണുങ്ങളെയും കാണുമ്പോൾ ഈ അസുഖമുണ്ട്, എന്നാൽ പിന്നെ അവനെ ചെയ്യാൻ വിടാൻ പറ്റുമോ? അതിനുത്തരം പറയും, ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? ശറഇന്റെ നിയമം അത് നമ്മൾ അനുവദിക്കുന്നില്ല. ഖലാസ്, അതന്നെ. നമുക്ക് തോന്നുന്നുണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, നാച്ചുറൽ ഇൻക്ലിനേഷൻ. ശരി, അതിനെ നിയന്ത്രിക്കണമെന്നാ ശറഅ് പറയാം. അന്യ പെണ്ണുങ്ങളെ കാണുമ്പോഴൊക്കെ അവർ പിന്നാലെ പോകണമെന്ന് ഒരുത്തന് തോന്നുന്നുണ്ട്. അവൻ്റെ നാച്ചുറൽ ഇൻക്ലിനേഷൻ അങ്ങനെയാ എന്ന് വിചാരിച്ച് അവന് അത് ചെയ്യാൻ പറ്റുമോ? തെറ്റല്ലേ, കുറ്റമല്ലേ, ഹറാമല്ലേ അത്? അവനെന്ത് ചെയ്യണം? അവൻ്റെ ആഗ്രഹത്തെ നിയന്ത്രിക്കണം. ഹലാലായിട്ട് വിവാഹം ചെയ്തവൻ ജീവിക്കുന്നു, അതാണ് അതിൻ്റെ പരിഹാരം. ഇപ്പൊ ജനനേന്ദ്രിയം ഏതോ അതാണൊരു മനുഷ്യൻ. ആണിൻ്റെ ജനനേന്ദ്രിയമാക്കാൻ ലുക്കിൽ പെണ്ണാണ്, പക്ഷേ വേഷവിധാനമാണെങ്കിൽ പെണ്ണിൻ്റെ ധരിക്കേണ്ടി വരും. പക്ഷെ അവൻ ആണാണെങ്കിൽ ആണിൻ്റെ നിയമമാണ് അവൻ. അനന്തരാവകാശ നിയമമടക്കം അച്ഛിൽ മാലലിൽ മബാൽ എന്ന് പറയും.
ആണും പെണ്ണുമായിട്ട് അള്ളാഹു പടച്ചത്. പക്ഷെ ചിലർക്ക് ചില ശാരീരിക വൈകല്യങ്ങൾ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതൊരു പരീക്ഷണമാണ്. കയ്യും കണ്ണും കാതുമില്ലാത്ത മനുഷ്യന്മാർ ലോകത്ത് ജീവിക്കുന്നില്ലേ? അവരെന്ത് ചെയ്യും? അതൊക്കെ ആഘോഷിക്കല. പറ്റുന്ന ചികിത്സകൾ ചെയ്യട്ടെ, അതിനെ മറച്ചു പിടിക്കാൻ പറ്റുന്ന സർജറികളെ ചെയ്തോട്ടെ, അതിനൊരു കുഴപ്പമില്ല. ഒരു ന്യൂനതയെ മറച്ചു പിടിക്കാൻ ചെയ്യാം. പക്ഷെ ഇന്നതല്ല, ന്യൂനതകളെ സെലിബ്രേറ്റ് ചെയ്യാൻ. അവിടെയാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ മുസ്ലിം ഉമ്മത്തിനോടാണ് പറയണത്, ഈ സ്വതന്ത്രവാദികളോടല്ല. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ ഉമ്മത്തിനോടാണ് സംസാരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ, നന്മ വ്യക്തമാണ്, തിന്മയും വ്യക്തമാണ്. അതുകൊണ്ട് തിന്മയിലേക്കുള്ള ഒരു ഇൻക്ലിനേഷൻ നാച്ചുറലി അവൻ്റെ ഹോർമോൺ അങ്ങനെയാണ്. ഇതൊരു എക്സ്ക്യൂസ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. പലർക്കും പല ഹോർമോൺ അടിക്കാനും കുത്താനൊക്കെ ഹോർമോൺ ഉണ്ടാവും. അതൊക്കെ ചെയ്യാൻ വിടുമോ? എന്താ അവിടെ പറയാ? നീ നിയന്ത്രിക്കണം. ഇതന്നെ ഇവനോടും പറയാനുള്ളത്. അല്ലാഹു അവൻ അങ്ങനെ പരീക്ഷണം കൊടുത്തു എന്ന് വിചാരിച്ച സ്വർഗ്ഗഭോഗം ചെയ്യാണോ? അത് ഹറാമല്ലേ? ആ ഒരു പ്രകൃതിപരമായ വന്ന അവരുടെ ചാലഞ്ച്, ഞാൻ അങ്ങനെ അതിനെ വിളിക്കുന്നത്, അതിനെ നിയന്ത്രിക്കണമെന്ന ശറഅ പറയാ. നിയന്ത്രിക്കണം, മറച്ചു പിടിക്കണം. ഒരു പെണ്ണിന്റെ രൂപത്തിൽ അവരാണായി തീർന്നത്. അവന് പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ സാരി ഉടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാണോ? ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ ട്രെയിനിലൂടെ അങ്ങനെ യാചിച്ച് നടക്കുന്ന കാഴ്ച ഇടയ്ക്കൊക്കെ ഇപ്പോൾ കാണുന്നില്ല. എന്താ? അവരാഘോഷിക്കുക, പെണ്ണിന്റെ കോലം കെട്ടി ആഘോഷിക്കുക. അതൊരു ന്യൂനതയാണ്. ന്യൂനതയെ നിങ്ങൾ എന്ത് ചെയ്യും? മറച്ചു പിടിക്കൂലേ? കയ്യിൽ വെള്ളപ്പാണ്ടെന്ന് വിചാരിക്കുക, മുഖത്ത് വെള്ളപ്പാണ്ടുണ്ട്, ശരീരത്തിൽ വെള്ളപ്പാണ്ടിന്റെ അസുഖമുണ്ട്, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യോ? ഇല്ല. ആ പരീക്ഷണങ്ങൾ വന്ന ആളുകൾ അവരുടെ ക്ഷമക്കനുസരിച്ചും അവരെങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്തത് അതിനനുസരിച്ചും അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. അങ്ങനെയാ. കണ്ണും കാതുമില്ലാതെ ജനിക്കുന്ന ആളുകളില്ലേ, ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ഫിസിക്കലി ചാലഞ്ച്ഡ്, അത്തരം ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും. അത് അവരുടെ കുറ്റമല്ല, നേരെ മറിച്ച് അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ ചിന്തകളെയും നിയന്ത്രിക്കണം എന്നാണ് ഖുർആൻ പറയാ. ആ നിയന്ത്രണത്തെ സംബന്ധിച്ചാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ജസാകുല്ലാഹു ഖൈർ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ന്യൂനതകളെ സെലിബ്രേറ്റ് ചെയ്യരുത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയണേ. ഞാൻ ഈ കൈ കൊണ്ട് ഇന്നലെ കൊടുവള്ളിയിൽ വയല് പറഞ്ഞതേ. അപ്പോൾ ആരോ പറഞ്ഞാൽ ഉസ്താദിൻ്റെ ആ കൈ പൊട്ടിയത് കണ്ടില്ലല്ലോ, ലൈവിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞു. വേറെ പല കമൻറ്റും വരാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഈ കയ്യിന് കുഴപ്പമുള്ളത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഞാനത് മറച്ചു പിടിച്ച് സ്റ്റേജിൽ ചെറിയ മറവുണ്ടായിരുന്നു, ഇങ്ങനെ കയ്യും വെച്ച് ഒറ്റ കൈ കൊണ്ടാണ് പറയണത്. ഞാൻ എൻ്റെ ന്യൂനതയെ ഞാൻ മറച്ചു വെക്കുകയാണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല, ഇത് സിമ്പതി വാങ്ങിക്കാനുള്ളതല്ല. അത് ഞാനത് നിയന്ത്രിക്കുന്നു. അപ്പോൾ പിന്നെ എന്താ ഞങ്ങൾ കാണാൻ പറ്റിയില്ലല്ലോ, ആ ലൈവ് ഇട്ടപ്പോൾ പോയ ക്യാമറ സെറ്റ് ചെയ്തപ്പോൾ എന്തിപ്പോൾ അങ്ങനെ ആക്കാഞ്ഞത്, അതായിരിക്കും ഇവർ ചോദിക്കുന്നുണ്ടാവുക. ഇതുപോലെ ഏത് മനുഷ്യൻ്റെ ന്യൂനതയും മറച്ചു പിടിക്കാനുള്ളതാണ്, എന്തിനുള്ളതല്ല, സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ. നമ്മുടെ ന്യൂ ജനറേഷൻ മക്കളോട് പറയാം, മക്കളെ, നിങ്ങളുടെ ശരീരത്തിന് ഈ ഒരു യൗവനം ഒരു 20, 25, 28, 30 വയസ്സ് വരെ കത്തുന്ന സമയമാണ്. ആരും ഉപദേശിച്ചിട്ടും തലയിൽ കയറില്ല. പ്രേമത്തിലെങ്ങാനും കുടുങ്ങിപ്പോയോ ആരും പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ തലയ്ക്ക് അത് കയറൂല, ആണായാലും പെണ്ണായാലും. പിന്നെ ചിലത് അനുഭവിച്ചറിയേണ്ടി വരും, അതിൻ്റെ പരാജയവും അതിൻ്റെ ദുരന്തവും. പിന്നെ മാതാപിതാക്കളൊക്കെ കണ്ട് തള്ളിവിടും, ഇനി എന്തോ ആയിക്കോട്ടെ, പറഞ്ഞാൽ കേൾക്കാൻ പിന്നെ അങ്ങനല്ലേ ചെയ്യുക, ഇനി എന്തോ ആയിക്കോട്ടെ എന്ന് പറയും. അതിന് മറുപടിയാണ് ഖുർആൻ പറയുന്നത്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും പ്രഭയെയും പകലിനെയും രാത്രിയെയും മനുഷ്യ ശരീരത്തെയും അതിൻ്റെ ക്രിയേഷനിൽ വന്ന പെർഫെക്ഷനെയും അള്ളാഹു നമുക്ക് നന്മതിന്മകളുടെ അടിസ്ഥാന ബോധം നൽകിയ വിഷയമടക്കം പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ വിഷയമാണ്, നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾ നിയന്ത്രിക്കണമേ. ക്യാമ്പസിൽ മുഴുവൻ ആളുകൾക്കും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ട്. നീ അതിന് നടക്കുകയാണോ? നീ പഠിക്കാൻ ചെല്ലുന്നല്ലേ ഇതിൻ്റെ ക്യാമ്പസ്? അങ്ങനെ ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ടാവും. നിനക്ക് നിക്കാഹ് ചെയ്ത് ഹലാലായൊരു ഭാര്യയെ ലഭിക്കുന്നവരെ നീ നിന്നെ നിയന്ത്രിക്കണം. അതിനാ ശറഅ പറയുന്നത്. എന്നല്ല തോന്നിയ പോലെ നടക്കുകയാണോ? കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അങ്ങനെയല്ല. തിന്മയുടെ അവസരം ലഭിച്ചാൽ പോലും തിന്മയിൽ ഒരു മുഅ്മിന മനുഷ്യൻ ചെന്ന് പെടാൻ പാടില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാണോ ഈ ശരീരത്തെ ചവിട്ടി മെതിക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് നടക്കുന്നത്, അവർ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ.
സംരക്ഷണവും സംസ്കരണവും നൽകേണ്ടതിന് പകരം എനിക്കിഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രീഡമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പുല്ല് വില പോലും കൊടുക്കാത്ത ആളുകൾ ഒരല്പസമയത്തെ ആനന്ദത്തിന് വേണ്ടി ലഹരിക്കും മയക്കുമരുന്നിനും മറ്റു ആശാസ്യമല്ലാത്ത പ്രവണതകളുടെയും പിന്നാലെ ചങ്ങാത്തം കൂടി ഫ്രണ്ട്ഷിപ്പിന്റെ ലേബലിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് തിന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു നൽകുന്ന ഈ ശരീരത്തെ അവൻ പറഞ്ഞതുപോലെ കൊണ്ടു നടക്കേണ്ടതിന് പകരം നശിപ്പിച്ചു കളഞ്ഞവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത് 8 അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളെ സത്യം ചെയ്തു പറഞ്ഞതിന് ശേഷമാണ്.